24 ന്യൂസിൻ്റെ ചെയർമാനാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് 10-100 കോടിയുടെ തട്ടിപ്പല്ല. നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ കേട്ട ആലിംഗൽ മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ ചെയർമാനെ എന്തെങ്കിലും കരിവാരി തേക്കാൻ പറ്റുമോ എന്നുള്ള ഇതിലൊരു നാടകം കളിച്ചതാണ്. നിങ്ങൾക്കറിയാം, അവർ ഈ ടെലിവിഷൻ നടത്തിയൊരു തട്ടിപ്പ് കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയായിട്ട് ഞാൻ കൊടുത്തു. ആ പരാതിയിൽ 4 മാസം അന്വേഷണം നടത്തിയിട്ട് പരാതിയിൽ കടമ്പുണ്ടെന്ന് മനസ്സിലായപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് എതിരായിട്ട് നടപടികളിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടർ ടിവി. അതൊരു വ്യാജ വാർത്ത മാത്രമല്ല, അത് വ്യാജരേഖ ചമച്ചുകൊണ്ടുള്ള വ്യാജ വാർത്തയാണ് എന്നാണ് നമ്മളുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. വളരെ താമസിയാതെ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പ്രേക്ഷകരിലേക്ക് എത്തും. ചാനലിന്റെ റേറ്റിംഗിന്റെ പേരിൽ തല്ലില്ലേ. ഇതിപ്പോ 2 ദിവസമായിട്ട് എല്ലാരും കേട്ടിട്ടുണ്ടാവും. 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും അട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്നു, കേസ് പിൻവലിക്കുന്നു, കണ്ടുപിടിക്കുന്നു. എന്താണ് പണ്ടൊക്കെ അങ്ങനെ രാവിലെ ഒരു വാർത്ത, ഉച്ചയ്ക്ക് ശേഷം ഒരു വാർത്ത, രാത്രി ഒരു വാർത്ത. ഇപ്പോഴോ ബ്രേക്കിംഗ് ന്യൂസ്, ബിഗ് ബ്രേക്കിംഗ്, റിപ്പോർട്ടർ കണ്ടുപിടിച്ചു, 24 കണ്ടുപിടിച്ചു, മനോരമ ന്യൂസ് കണ്ടുപിടിച്ചു, മാതൃഭൂമി കണ്ടുപിടിച്ചു. എന്താണ് അവസ്ഥ? കണ്ടമാനം ചാനലും ഉണ്ട്. ഓരോന്നിലും ഓരോ തരത്തിലായിരിക്കും ന്യൂസ് ഉണ്ടാവുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ കണ്ടില്ലേ? ഓരോന്നിലും ഓരോരോ മാതിരി ന്യൂസ്. വെറൈറ്റി തന്നെ കളറാകുന്നുണ്ട്. എന്താണ് അവസ്ഥ?